ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ ജൂലൈ ബാച്ചിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിന്റെ ഇഗ്നോ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പല സ്റ്റുഡൻസിനും പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണെങ്കിൽ ഇനി നിങ്ങൾ ഒട്ടും വൈകിക്കേണ്ട, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, ജൂൺ ജൂലൈ ബാച്ചിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പേരുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് ആധാർ കാർഡിലും SSLC ബുക്കിലും നിങ്ങളുടെ പേരുകൾ ഡിഫറെൻ്റ് ആണെങ്കിൽ പല കാരണങ്ങളാലും റിജക്ഷൻ യൂണിവേഴ്സിറ്റി ഇത്തവണ ചെയ്യുന്നുണ്ട്. ഇത്രയും നാള് അങ്ങനെ ഒരു റിജക്ഷൻ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഇപ്രാവശ്യം മുതൽ ആധാർ കാർഡിലുള്ള സെയിം പേര് തന്നെയാണോ SSLCയിൽ എങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ചില സ്റ്റുഡൻസിന് റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗേൾസിനാണ് കൂടുതലും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഇപ്പോൾ ആഫ്റ്റർ മാരേജ് ഒക്കെ നമ്മൾ നെയിം മാറ്റിയിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഹസ്ബൻഡിന്റെ പേര് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒട്ടുമിക്ക ആധാറിലും ഇതുപോലെ പേര് SSLC ബുക്കിലെ പോലെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉള്ള കാരണം യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ സെയിം പേരല്ലാത്തത് കൊണ്ട് റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ റിജക്ഷൻ വരികയാണെങ്കിൽ, എല്ലാവർക്കും വരും എന്നല്ല, അങ്ങനെ ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ട് SSLC ബുക്കിലെ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആധാർ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് അഫിഡവിറ്റ് തയ്യാറാക്കുക. അപ്പം അത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ സൈൻ മേടിച്ച് ഇത് രണ്ടും നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു കൺഫർമേഷൻ വേണം. അങ്ങനെ ഒരു ലെറ്റർ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ഈ രജിസ്ട്രേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും ബാധിക്കണമെന്നില്ല, പല സ്റ്റുഡൻസിനും ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഫേസ് ചെയ്യേണ്ട പ്രശ്നം നിങ്ങൾ അറിയാൻ സാധ്യതയുള്ളത്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിരുന്ന മെയിൽ ID യൂണിവേഴ്സിറ്റി മെയിൽ അയക്കും. അപ്പം നമ്മൾ ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം. അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ആ പ്രശ്നം എത്രയും വേഗം സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് വരുന്ന എല്ലാ മെയിലുകളും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും റിജക്ഷൻ മെസ്സേജ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പം നമ്മളുടെ സ്റ്റുഡൻസ് ആരും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ അത് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി, അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഈ റിജക്ഷൻ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.